നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആസ്ട്രോമീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ചിങ്ങക്കൂറിൻ്റെ പുതുവർഷ ഫലങ്ങളാണ് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂർ. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ പറയട്ടെ, ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. അതിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ വളരെ വ്യത്യാസം ഉണ്ടാവും. പല ആൾക്കാരിൽ നിന്നും വിഭിന്നമായിരിക്കും. ഈ പറയുന്ന നക്ഷത്രക്കാർക്കൊക്കെ ഗ്രഹനിലകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും. അവരുടെ ദശ നടക്കുന്നുണ്ടാവും, അപഹാരങ്ങൾ നടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അഷ്ടവർഗ ബിന്ദുക്കളിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങളുണ്ടാവും. ചിലർക്ക് കൂടുതൽ കുറവ് 0 വരയ്ക്ക് ഉണ്ടാവും, ചിലർക്ക് 8 ഉണ്ടാവും. അപ്പോൾ ഈ അഷ്ടവർഗം എന്ന് പറയുമ്പോൾ ഇതെന്താ സംഗതി എന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ വ്യാഴമാറ്റം, ശനിമാറ്റം ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ അഷ്ടവർഗ്ഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ ഈ അഷ്ടവർഗ്ഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് നോക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കലും മെസ്സേജ് ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അഷ്ടവർഗ്ഗങ്ങളെ പറ്റിയിട്ട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ അതെല്ലാം ഒന്ന് കാണാം. അതിൽ എങ്ങനെയാണ് അത് കണക്കാക്കുക എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ മുതൽ ശനി വരെ 7 ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, അതിൻ്റെ കൂടെ ലഗ്നവും. അതിനെ അനുസരിച്ചിട്ട് ഓരോ രാശിക്കല്ലികളിലും പ്രത്യേകം ബിന്ദുക്കൾ രേഖപ്പെടുത്താനുള്ളതായ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിനനുസരിച്ചിട്ട് ആ ബിന്ദുക്കൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാക്സിമം 8 വരിക. ചിലപ്പോൾ 0 ഉണ്ടാവും. 5-ൽ താഴെ വന്നാൽ ദോഷം. 5-ൽ മേലെ അഷ്ടവർഗ ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഒരിക്കലും കണ്ടകശനിയാണെങ്കിലും ഏഴരശനിയാണെങ്കിലും വ്യാഴമ്പഴയാണെങ്കിലും ഒക്കെ ദോഷങ്ങൾ ചെയ്യില്ല എന്ന് മനസ്സിലാക്കണം. രാഹുകേതുക്കൾക്ക് അഷ്ടവർഗമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ അഷ്ടവർഗ്ഗങ്ങളെ പറ്റിയിട്ടല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, പുതുവർഷ ഫലങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആളുകൾ നമ്മളെ ചാനലിൽ ഒന്ന് പരതി നോക്കിയാൽ കിട്ടും. 300-ലധികം ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകളുണ്ട് കേട്ടോ. കാണാത്ത എല്ലാ ആൾക്കാരും അതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഈ പുതുവർഷ ഫലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 2025 മെയ് 14 വരെ 10-ലാണ്. 10-ാം വ്യാഴമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 11-ലേക്ക് വരും. അത് നല്ലൊരു മാറ്റമാണ്. 11-ാം ഭാവത്തിൽ നല്ലൊരു മാറ്റത്തോടു കൂടിയിട്ടാണ് വ്യാഴം വരുന്നത്. 2025 മാർച്ച് 29-ാം തീയതി വരയ്ക്ക് ശനി 7-ലാണ്. അതായത് കണ്ടകശനിയാണ്. കുറച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. കാരണം ശനിക്ക് ജന്മക്കൂറിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അതിനുശേഷം അഷ്ടമശനി ആരംഭിക്കും. രാഹു 2025 മെയ് 18 വരയ്ക്ക് 8-ാം ഭാവത്തിലും അതിനുശേഷം 7-ലേക്കും. കേതു 2025 മെയ് 18 വരെ 2-ലും അതിനുശേഷം ജന്മത്തിലേക്കുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം പ്രായേണ ഗുണദോഷ മിശ്രഫലത്തിൽ ദോഷാധിക്യമുണ്ട്. കാരണം അഷ്ടമശനിയും ജന്മത്തിൽ കേതു, അതൊക്കെയാണ് അവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ. വ്യാഴത്തിൻ്റെ സ്ഥിതി 11-ൽ വന്നത് ഒരാശ്വാസം എന്നുള്ള നിലയ്ക്ക് നമുക്കെടുക്കാം. എന്നാലും ചില്ലറ ആശ്വാസമല്ല, വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നാലും കുറച്ച് കഷ്ടകാലമാണ് ഈ 2025 വരിക. ഈ ഒരു വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മധ്യകാലഘട്ടം വരയ്ക്ക് ഒരു 6 മാസത്തോളം കുടുംബ സൗഖ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. കാര്യവിജയങ്ങൾ, നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളുടെ പൂർത്തീകരണങ്ങൾ, അതായത് ഗൃഹനിർമ്മാണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ മേടമാസത്തിൻ്റെ ഉള്ളിലായിട്ട്, ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിലായിട്ടൊക്കെ പൂർത്തീകരിക്കും. കർമ്മഗുണാദി അനുഭവങ്ങൾ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് ഉയർച്ച, അഭിവൃദ്ധി, സന്താന സൗഖ്യങ്ങൾ, മക്കളെ പറ്റിയിട്ട് അഭിമാനിക്കുക, മക്കളുടെ നേട്ടത്തിൽ അഭിമാനം, സന്തോഷം, ഇതൊക്കെ ഉണ്ടാവുക. മനസ്സുഖം ഉണ്ടാവുക. ധർമ്മപ്രവൃത്തികൾ സാധിക്കുക. ധർമ്മപ്രവൃത്തി പറഞ്ഞാൽ അവനവൻ്റെ പിതൃക്കളായി ചെയ്തു കൊണ്ടുവന്നിരുന്ന കാര്യങ്ങൾ നമ്മൾ മുറ തെറ്റാണ്ട് ചെയ്യുക. അവരനുവർത്തിച്ചു വന്നിരുന്ന കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠാനപൂർവ്വം ചെയ്യുക. അതൊക്കെയാണ് ധർമ്മപ്രവൃത്തികൾ. അതിനുശേഷം കുറേശ്ശെ ഇങ്ങോട്ട് മധ്യകാലഘട്ടത്തിലേക്ക് അടുക്കും തോറും, മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സെപ്റ്റംബർ മാസം മുതലൊക്കെ അങ്ങോട്ട് കണക്കാക്കിയാൽ മതി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലഘട്ടങ്ങളിലായിട്ട് അകാരണമായിട്ടുള്ള കലഹങ്ങൾ കുടുംബത്തിലുണ്ടാവുക. ദാമ്പത്യ സുഖഹീനതകൾ ഉണ്ടാവുക. ദമ്പതിമാർ തമ്മിൽ കലഹം, അതേപോലെ തന്നെ കോടതി കയറുക, പോലീസ് കയറുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ധനദുർവ്യയാദികൾ വരും. അംഗങ്ങൾക്ക് രോഗങ്ങൾ, ശരീരത്തിൽ പല സ്ഥലങ്ങളിലും
വേദന പോലെയുള്ള കാര്യങ്ങൾ, വിട്ടുമാറാത്ത വേദന, വാതസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ പിത്തം ദുഷിച്ചുണ്ടാകുന്ന രോഗങ്ങൾ, ശരീരതാപം പോലെയുള്ള കാര്യങ്ങൾ, ശരീരത്തിൽ വെറുതെ വിയർക്കുക, അതുകൊണ്ട് ഉണ്ടാകുന്ന വ്രണം പോലെയുള്ള കാര്യങ്ങൾ, കുട്ടികൾ എതിരാവുക, കുട്ടികളെ വെച്ചാൽ നന്ന കുട്ടികളല്ല, മുതിർന്ന മക്കൾ നമുക്കെതിരാകുന്ന സമയം, വാഗ്ദോഷം, നമ്മൾ പറയുന്ന വാക്ക് സത്യമാണെങ്കിലും മറ്റുള്ളവരത് വിശ്വസിക്കാതിരിക്കുക, അതേപോലെ തന്നെ വാക്കിൽ ദോഷം കണ്ട് അതിന് എതിരെ പ്രവർത്തിക്കുക, പറയുക പോലെയുള്ള കാര്യങ്ങൾ, ബന്ധുജന അരിഷ്ടതകൾ, ബന്ധുക്കളുമായിട്ട് പിണങ്ങേണ്ട സാഹചര്യം, അല്ലെങ്കിൽ പിണക്കത്തിലുള്ളതായ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന കൂടുതൽ ഉപദ്രവങ്ങൾ, കർമ്മരംഗത്ത് കാര്യമായിട്ടുള്ള തടസ്സങ്ങൾ, മംഗളകർമ്മങ്ങളുടെ അഭാവം, മംഗളകർമ്മങ്ങൾ, വിവാഹം പോലെയുള്ള കാര്യങ്ങളുടെ മുടക്കം പോലെയുള്ള കാര്യങ്ങൾ ഈ വർഷാവസാനം കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ധന ദുർവ്യയാദികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അഭീഷ്ട കാര്യങ്ങൾക്കൊക്കെ മുടക്കങ്ങൾ, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ, നല്ലത് വിചാരിച്ച് ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വരുന്ന കർക്കിടക മാസത്തിൻ്റെ ഉള്ളിലായിട്ട്, അതായത് ഒരു സെപ്റ്റംബർ മാസത്തിനൊക്കെ മുൻപായിട്ട് നമ്മളതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിച്ചാൽ വലിയ അപകടങ്ങൾ വരില്ല. ദോഷകാലമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാലഘട്ടങ്ങളിൽ വലിയ വലിയ ഉദ്യമങ്ങൾ നമ്മൾ ചെയ്യാതെ ഒന്ന് വിട്ടു നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് അവനവൻ്റെ ജാതകമൊക്കെ ഒന്നുകൂടി പരിശോധിച്ച് ദശ എന്താണോ, അപഹാരം എന്താണോ, ഛിദ്രം എന്താണോ എന്നൊക്കെ എന്നുള്ളത് മനസ്സിലാക്കി അതിന് പറഞ്ഞിട്ടുള്ളതായ ഈശ്വര പ്രാർത്ഥനകളും അതേപോലെ തന്നെ ദാനധർമാദികളും ഒക്കെ ചെയ്ത് സമാധാനം, സന്തോഷം, കുറച്ച് ബുദ്ധിപൂർവ്വം ജീവിച്ചാൽ വലിയ ആപത്തുകളിൽ ചെന്ന് പെടില്ല. ദോഷകാലഘട്ടത്തിൽ നമ്മളെന്ത്, ദോഷം വരുമ്പോൾ നമുക്ക് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിക്കാണ് ആദ്യം വൈപരീത്യം സംഭവിക്കുക, ബുദ്ധി മങ്ങും, അപ്പോൾ നമുക്ക് സാഹസം ചെയ്യാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത് വെച്ചാൽ ഗുരുജനങ്ങളുടെ സഹായം തേടുക. പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും മുതിർന്നവരോട് ചോദിച്ച്, അനുഭവമുള്ള ആൾക്കാരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അതിനുള്ളൊരു ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കണം. പിന്നെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഈ തടസ്സങ്ങളൊക്കെ നേരിടാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ ബുദ്ധി തെളിയും. ഈശ്വരൻ മനസ്സിൽ, ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ നല്ലോണം തെളിയും. പിന്നെ ഓരോരുത്തർക്കും ഓരോ കുടുംബജ്യോത്സ്യനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദൈവജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോയി ജാതകമൊക്കെ ഒന്ന് കാണിച്ച് ഭക്തിപൂർവ്വം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഉത്തമ ദൈവജ്ഞൻ്റെ നിർദ്ദേശം, ജ്യോതിശാസ്ത്രം എന്ന് അതിന് പറയാം, ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരേണ്ട ഒരു ശാസ്ത്രമാണ്. തീർച്ചയായിട്ടും വഴി തെളിഞ്ഞാൽ, ആ തെളിഞ്ഞ വഴിയിലൂടെ നടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദോഷങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി സാധിക്കും. അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അവനവന് ഇഷ്ടപ്പെട്ട ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ജാതകമൊക്കെ ഒന്ന് കാണിച്ച്, ഉത്തമ ദൈവജ്ഞനായിരിക്കണം കേട്ടോ. കണ്ടതും കേട്ടതവരുടെ അടുത്തൊക്കെ പോയ ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും നമുക്ക് തന്നെ അപകടം ഉണ്ടാവും. അപ്പോൾ അവനവന് തോന്നുന്ന, മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയി ജാതകം കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ വാങ്ങുക. പിന്നെ കുറച്ച് ചിട്ടയായിട്ടൊക്കെ ജീവിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാമെന്നേ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഒരു ആസ്ട്രോമീഡിയയുടെ ഭാഗത്തു നിന്ന് തരാനുള്ളതായ ഒരു നിർദ്ദേശം. പിന്നെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള അനവധി ശാസ്ത്രീയ വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്. ഏത് കാലഘട്ടത്തിലും പ്രയോജനപ്പെടാവുന്നതാണ്. എത്രയോ പ്രമാണങ്ങൾ, ഹോര, ഫലദീപിക, ജാതകാദേശം, പ്രശ്നമാർഗം, സാരാവലി, കൃഷ്ണീയം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പരാശരഹോര, സ്കന്ദഹോര, ഇതെന്നൊക്കെ എടുത്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും എത്രയോ ചർച്ച ചെയ്യാനിരിക്കുന്നു. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു വീഡിയോ ലൈബ്രറി തന്നെ നമുക്കിപ്പോൾ ആസ്ട്രോമീഡിയയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതെല്ലാം കേൾക്കുക, അഭിപ്രായം കൂടി പറയുക, നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. തന്ന സപ്പോർട്ട് വീണ്ടും ഉണ്ടാവണം എന്ന് പ്രാർത്ഥനയോടുകൂടി തൽക്കാലത്തേക്ക് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.